വളരെ ഗംഭീരമായിട്ടാണ് ദിശ എക്സ്പ്ലോർ ശ്രമിച്ചത്. അതിനെ സംബന്ധിച്ച് അടുത്ത കാലത്ത് നമുക്കത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. വോയിസിൽ തന്നെ എടുത്ത ഒരു പരിപാടി ഉണ്ടായിട്ടാണ് നമ്മൾ പറയാം. ഏതൊക്കെ കോഴ്സ് തിരഞ്ഞെടുക്കണം, അതെവിടൊക്കെയാണ്, ആ പഠന കേന്ദ്രങ്ങൾ എവിടൊക്കെയാണ്, അതിനെന്തുമാത്രം ചെലവ് വരും, ഇതിനെക്കുറിച്ച് ഒരവബോധം കൊടുക്കുക എന്നുള്ളതാണ് ഈ മിനി ദിശ എക്സ്പോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ അറിയാൻ കഴിഞ്ഞു, വളരെ വിശാലമായ രീതിയിൽ ഒരു മിനി ദിശ എക്സ്പോയാണ് നമ്മുടെ കരിയർ ഗൈഡായ നമ്മുടെ അഭിമാനമായ ചാന്ദിനിയുടെ നേതൃത്വത്തിൽ നമ്മളിവിടെ നടത്തിയെന്ന് മനസ്സിലാക്കി. കരിയർ ഗൈഡ് ശാന്തിനി, ഈ സ്കൂളിൽ വെച്ച് നമ്മൾ നവംബർ 29-30 നടത്തിയിരുന്നു. വളരെ ഗംഭീരമായ അഭിപ്രായമായിരുന്നു. തന്നെ ഏതാണ്ട് 3000-ൽ പരം വിദ്യാർത്ഥികൾ ആ പരിപാടി പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ വളരെയേറെ നല്ല രീതിയിൽ ആ പരിപാടി നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾ കരിയർ സെൻട്രൽ കൗൺസിൽ ആലുവ വിദ്യാഭ്യാസത്തിൽ വളരെയേറെ അഭിമാനമുണ്ട്. ആ പരിപാടിയിൽ അന്ന് നടന്ന ആ പരിപാടിയുടെ എല്ലാ പ്രോഗ്രാമും ഒപ്പിയെടുത്തുകൊണ്ടൊരു മാഗസിൻ നമ്മൾ തയ്യാറാക്കിയിരിക്കുകയാണ്. ആ അധ്യാപകർ തയ്യാറാക്കിയ മാഗസിൻ്റെ ഔദ്യോഗികമായ പ്രകാശന ചടങ്ങാണ് ഇന്നിവിടെ എത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ വളരെ ഗംഭീരമായിട്ടാണ് ദിശ എക്സ്പ്ലോർ ശ്രമിച്ചത്. അതിനെ സംബന്ധിച്ച് അടുത്ത കാലത്ത് നമുക്കത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. വോയിസിൽ തന്നെ എടുത്ത ഒരു പരിപാടി ഉണ്ടായിട്ടാണ് നമ്മൾ പറയാം. ഏതൊക്കെ കോഴ്സ് തിരഞ്ഞെടുക്കണം, അതെവിടൊക്കെയാണ്, ആ പഠന കേന്ദ്രങ്ങൾ എവിടൊക്കെയാണ്, അതിനെന്തുമാത്രം ചെലവ് വരും, ഇതിനെക്കുറിച്ച് ഒരവബോധം കൊടുക്കുക എന്നുള്ളതാണ് ഈ മിനി ദിശ എക്സ്പോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ അറിയാൻ കഴിഞ്ഞു, വളരെ വിശാലമായ രീതിയിൽ ഒരു മിനി ദിശ എക്സ്പോയാണ് നമ്മുടെ കരിയർ ഗൈഡായ നമ്മുടെ അഭിമാനമായ ചാന്ദിനിയുടെ നേതൃത്വത്തിൽ നമ്മളിവിടെ നടത്തിയെന്ന് മനസ്സിലാക്കി. കരിയർ ഗൈഡ് ശാന്തിനി, ഈ സ്കൂളിൽ വെച്ച് നമ്മൾ നവംബർ 29-30 നടത്തിയിരുന്നു. വളരെ ഗംഭീരമായ അഭിപ്രായമായിരുന്നു. തന്നെ ഏതാണ്ട് 3000-ൽ പരം വിദ്യാർത്ഥികൾ ആ പരിപാടി പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ വളരെയേറെ നല്ല രീതിയിൽ ആ പരിപാടി നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾ കരിയർ സെൻട്രൽ കൗൺസിൽ ആലുവ വിദ്യാഭ്യാസത്തിൽ വളരെയേറെ അഭിമാനമുണ്ട്. ആ പരിപാടിയിൽ അന്ന് നടന്ന ആ പരിപാടിയുടെ എല്ലാ പ്രോഗ്രാമും ഒപ്പിയെടുത്തുകൊണ്ടൊരു മാഗസിൻ നമ്മൾ തയ്യാറാക്കിയിരിക്കുകയാണ്. ആ അധ്യാപകർ തയ്യാറാക്കിയ മാഗസിൻ്റെ ഔദ്യോഗികമായ പ്രകാശന ചടങ്ങാണ് ഇന്നിവിടെ എത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ